കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ മാനിഫെസ്റ്റേഷനെ പറ്റി പറഞ്ഞത്, നമ്മുടെ മനസ്സിന് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള കഴിവ്, അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് മാനിഫെസ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ആകർഷണ നിയമപ്രകാരം റൊണ്ടാ ബെയിൻ്റെ ദ സീക്രട്ട് എന്ന പുസ്തകപ്രകാരമാണ് ഞാൻ അന്ന് ഈ മാനിഫെസ്റ്റേഷനെ പറ്റി പറഞ്ഞത്. അതേപോലെ തന്നെ റൊണ്ടാ ബെയിൻ പറയുന്ന മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നന്ദി ഉണ്ടാവുക. നമ്മുടെ കയ്യിലുള്ള പണത്തിന്, നമ്മുടെ സ്നേഹത്തിന്, നമ്മളോട് ചെയ്ത ഓരോന്നിനും നന്ദിയുള്ളവരായിരിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അദ്ദേഹം വിശദമായി പറയുന്നു, നിങ്ങൾ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങളുടെ പോക്കറ്റിലുള്ള 10 രൂപയാണെങ്കിലും ആ 10 രൂപ നിങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയുക. നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ സഹോദരന്മാരോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളോട് ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് നന്ദി പറയുക. നിങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നതിന് നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുക. പ്രപഞ്ചം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവമായിരിക്കാം, എങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ച് നന്ദി പറയുക. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ എല്ലാവരും ഇത്തരം ആകർഷണ നിയമപ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്. അത് രഹസ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ റൊണ്ടാ ബെയിൻ്റെ ദി സീക്രട്ട് എന്ന പുസ്തകം വായിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സീരീസ് ഓഫ് ബുക്കുകളുണ്ട്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാജിക് പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഇത്തരം കൃതികൾ നമ്മെ വളരെയധികം സഹായിക്കും. നമുക്ക് എടുക്കാനുള്ള, നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ദിവസങ്ങളിലുണ്ടായ നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രകൃതിയോട് നന്ദി പറയണം. അങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ എന്നാണ് റൊണ്ടാ ബെയിൻ പറയുന്നത്. അതേപോലെ രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നിങ്ങൾ ഈ ദിവസത്തെ എല്ലാ നല്ല സംഗതികൾക്കും ആദ്യമേ നന്ദി പറയണം. നന്ദി നിങ്ങൾ ഇത് ലഭിച്ചതിന് ശേഷമല്ല നന്ദി പറയേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാകുമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതോടൊപ്പം ആ സംഗതി മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ചതായി കണ്ടാൽ, നിങ്ങൾക്കത് ലഭ്യമാകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്കത് ലഭിച്ചതായി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ലഭിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യണമെന്ന് റൊണ്ടാ ബെയിൻ തൻ്റെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു. ഇത്തരം കൃത്യമായ സംഗതികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആകർഷണ നിയമപ്രകാരം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊരു അളവുമില്ല. നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം. എത്രത്തോളം ആത്മാർത്ഥമാണോ ആഗ്രഹിക്കുന്നത്, എത്രത്തോളം നിങ്ങൾ അതിൽ നന്ദി പറയുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾ അതിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്കത് സത്യമായി ഭവിക്കും. എത്ര കാലദൈർഘ്യം എന്നത് നിങ്ങളുടെ ആത്മാർത്ഥത പോലെ ഉണ്ടായിരിക്കും എന്ന് റൊണ്ടാ ബെയിൻ വിശദമാക്കുന്നു. ഇത്തരം പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് വായിച്ചിരിക്കണം. നമ്മുടെ മനസ്സ് ഒരു അഗാധമായ ലോകമാണ്, ഒരു അത്ഭുതമായ ഒരവസ്ഥയാണ് നമ്മുടെ മനസ്സിൻ്റേത്. അത് തിരിച്ചറിയുക തന്നെ വേണം. ഗുഡ് ബൈ.